അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാകും. അതുപോലെ തന്നെ അമിതമായി നോൺ വെജ് കഴിക്കുന്നവർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാറുണ്ട്. ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞാൽ നെഞ്ചെരിച്ചലുണ്ടാക്കുക, വയറ് വീർത്ത് കെട്ടുക, ഏമ്പക്കം വരിക, പുളിച്ചിത കെട്ടുക എന്നീ ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാവുന്നതാണ് ഗ്യാസ് ട്രബിൾ. ഈ ഗ്യാസ് ട്രബിൾ പല അസുഖങ്ങൾക്കും കാരണം. പലപ്പോഴും ഈ ഗ്യാസ് വന്ന് നെഞ്ചിൽ കയറി നിന്ന് അറിയാതെ ഇവർ കാർഡിയോളജിസ്റ്റിനെ തേടി പോവും. ചിലപ്പോൾ ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമായിരിക്കും എന്ന്. ഗ്യാസ് ട്രബിൾ കാരണം അമിതമായ വയറുവേദന ചിലപ്പോഴുണ്ടാവും, കഴുത്ത് വേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. ഇത് തന്നെ മലബന്ധത്തിന് കാരണമാവും. അതുകൊണ്ട് ഗ്യാസ് ട്രബിൾ ഉള്ളവർ ഗ്യാസ് ട്രബിൾ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പറ്റിയ ചില മരുന്നുകളുണ്ട്. ഞങ്ങളെ തന്നെ അഷ്ടചൂർണം എന്നുള്ള ഒരു മരുന്നുണ്ട്. ഇത് 8 തരത്തിലുള്ള പച്ചമരുന്നുകൾ ചേർത്ത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു ചൂർണമാണ്. അഷ്ടചൂർണം വളരെ ഇഫക്റ്റീവാണ് ഈ ഗ്യാസ് ട്രബിൾ മാറ്റുവാൻ വേണ്ടി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ കഴിക്കാവൂ. അമിതമായ ഫുഡ് കഴിക്കാതിരിക്കുക. പച്ചക്കറികൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുക. പുളിയുള്ള ഭക്ഷണങ്ങൾ, എരിയും പുളിയും തന്നെ കുറയ്ക്കുക. എരി, പുളി, അതോടെ കൂടെ നോൺ വെജ് ചേരുമ്പോൾ പലതരത്തിലുള്ള ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നു. ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറയുമ്പോൾ അത് 8 തരത്തിലാണുള്ളത്. അഷ്ടഗുന്മം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഇത് അസിഡിക് ആയി, ചിലപ്പോൾ ഗ്യാസ് കാരണം അൾസർ വരെ നമ്മുടെ വയറിൽ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എരിയും പുളിയും വളരെ അത്യാവശ്യമായിട്ട് കുറയ്ക്കുക. അതിലൂടെ ഗ്യാസ് ട്രബിൾ വരാതെ തന്നെ നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ ചൂർണം വളരെ നല്ലതാണ്. അതുകൂടാതെ ചില മരുന്നുകൾ ഞങ്ങളെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ മാറ്റാൻ ഉള്ള മരുന്നുകളായിട്ട് കുരുമുളക്, ചുക്ക്, വായുവിളങ്കം, ഓമം, ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം ചേർത്ത് പൊടിച്ച് വായിലിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഗ്യാസ് ട്രബിൾ കുറയും. ഇഞ്ചി നമുക്കെല്ലാം അറിയാം. ഇഞ്ചി, ചുക്ക് ഇതെല്ലാം ഗ്യാസ് ട്രബിളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഒറ്റമൂലികളാണ്. ഇവകൾ ആവശ്യം അനുസരിച്ച് ഇവകളും കഴിക്കാം. അൾസർ വന്നു പോയാൽ അതിന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉണവേ മരുന്ന്, മരുന്നേ ഉണവ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു മരുന്നായിരിക്കണം. അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്ന് ഒരു ഭക്ഷണമായിരിക്കണം. അത്തരത്തിലുള്ള ചില ഐറ്റംസാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. രാവിലെ അല്പം കടുക്കാപ്പൊടി, നല്ല ഫൈൻ കടുക്കാപ്പൊടി ഒരു നുള്ള് വായിലിട്ട് വെള്ളം കുടിക്കുക. ഉച്ചയ്ക്ക് സ്വല്പം ചുക്ക് പൊടി കഴിക്കുക. രാത്രി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വായിലിട്ട് ചവച്ചിറക്കുക. ഇത് ചെയ്യുവാണെങ്കിൽ പല തരത്തിലുള്ള ഗ്യാസ് ട്രബിളും ഇതിലെ കൂടെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇത് ഗ്യാസ് ട്രബിൾ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഔഷധമാണ് ഈ കടുക്ക, ചുക്ക്, ഇഞ്ചി. ഇത് പരിശോധിച്ച് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. ഇതിലെ കൂടെ നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതം, നമ്മുടെ വയറായിരുന്നാലും മലബന്ധമായിരുന്നാലും പുളിച്ചിത കെട്ടൽ, വയറ് വീർത്ത് കെട്ടൽ ഇതെല്ലാം മാറാൻ ഇവകൾ സഹായിക്കും.
നമ്മളിൽ പലരും അസുഖം പിടിച്ച് രോഗിയാവുന്നു. എന്തുകൊണ്ട് നമുക്ക് രോഗം വരുന്നു? രോഗം വരാൻ പല തരത്തിലുള്ള കാരണങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. പലതരം ഇൻഫെക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം, ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് രോഗങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഭക്ഷണത്തിൽ ചീഞ്ഞ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് രോഗമുണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഭക്ഷണങ്ങളുടെ ഡോസ് കൂടുമ്പോൾ അസുഖമുണ്ടാവുന്നു. ഭക്ഷണങ്ങൾ കുറഞ്ഞു പോയാൽ അസുഖമുണ്ടാവുന്നു. അമിതമായ ടെൻഷൻ ഉണ്ടെങ്കിൽ അസുഖം വരുന്നുണ്ട്. കുറവുണ്ടെങ്കിൽ പലതരം അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് പരിഹരിക്കുകയാണെങ്കിൽ പലതരം രോഗങ്ങളും വരാതെ തന്നെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ നേരത്തെ പറഞ്ഞതാണ്. രാവിലെ അല്പം കടുക്കാപ്പൊടി, ഉച്ചയ്ക്ക് അല്പം ചുക്ക് പൊടി, രാത്രി ഒരു കഷ്ണം ഇഞ്ചി. ഇത് വായിലിട്ട് ചവച്ച് അല്ലെങ്കിൽ തേനിൽ കുഴച്ച് മറ്റേ ചുക്കുപൊടി തേനിൽ കുഴച്ച് കഴിക്കുക. കടുക്കാപ്പൊടി അതുപോലെ തന്നെ തേനിൽ ചാലിച്ച് കഴിക്കാം, അല്ലെങ്കിൽ വായിലിട്ട് വെള്ളം കുടിക്കാം. ഇത് ഒരു പരിധിവരെ രോഗങ്ങൾ വരാതെ തടയുവാൻ വളരെയധികം സഹായിക്കും. പിന്നെ ഭക്ഷണ രീതികളിൽ നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ടാക്കുക, ലിമിറ്റേഷൻ വേണം. അതിൻ്റെ അളവ്, ഭക്ഷണത്തിന് അളവ് കൂടാനും അത് ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. പല ഫാസ്റ്റ് ഫുഡുകളും ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. 2, 3, 4 ദിവസം പഴകിയ ഭക്ഷണങ്ങളെയാണ് അവർ ചൂടാക്കി നമുക്ക് തരുന്നത്. അത്തരം ഫാസ്റ്റ് ഫുഡ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ വെള്ളം കുടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. മധുരം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ലിമിറ്റോടെ മധുരം കഴിക്കുക. അമിതമായി കൊഴുപ്പ്, എണ്ണ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ വൃത്തിയായിട്ട് നമ്മുടെ ശരീരത്തിനെ സൂക്ഷിക്കുക. ദിവസം 1-2 പ്രാവശ്യം കുളിക്കുക. ഇങ്ങനെ പല തരത്തിൽ നമ്മുടെ ശരീരത്തിനെ രോഗം വരാതെ, രോഗിയാകാതെ സൂക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു.